സാർ, ജർമ്മനിയിൽ ഫ്രെഡറിക് മെർസ് പുതിയ ചാൻസലറായി വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് AfD എന്ന് പറയുന്ന പാർട്ടി, അതായത് തീവ്ര വലതുപക്ഷ പാർട്ടി, അവർക്ക് 20.8% വോട്ട് വീതം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലൊരു മുന്നേറ്റം ഉണ്ടായി. അപ്പം എല്ലാവരും ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മുന്നേറ്റം നടത്താൻ പറ്റിയത്? അവർക്ക് ആകെ 21% വോട്ടാണല്ലോ ഉള്ളത്. പക്ഷേ അതിലുള്ള അത്ഭുതം, അവർക്ക് കിഴക്കൻ ജർമ്മനിയിൽ 36.2% വോട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗങ്ങളിൽ കുറവാണ്. 21% മൊത്തത്തിലുണ്ടെങ്കിലും 36.2% കിഴക്കൻ ജർമ്മനിയിൽ. കിഴക്കൻ ജർമ്മനി, അതായത് ജർമ്മനി മറ്റേ ബെർലിൻ മതിലൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് ഒന്നിച്ച് ചേരുകയാണല്ലോ ചെയ്തത്. അതെ, 2 ജർമ്മനി, പശ്ചിമ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും. ഇതിൽ ഈ കിഴക്കൻ ജർമ്മനി ആയിരുന്നു ഈ കമ്മ്യൂണിസത്തിന് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന സ്ഥലം. ആ കിഴക്കൻ ജർമ്മനിയിലാണ് ഈ AfD, ഓൾട്ടർനേറ്റ് ഫോർ ജർമ്മനി. അതിൽ D എന്നുള്ളത് ഓൾട്ടർനേറ്റ് ഫോർ ഡ്യൂഷ് ലാൻഡ്. ജർമ്മനിക്ക് ഡ്യൂഷ് ലാൻഡ് എന്നാണല്ലോ പറയുക. അതാണ് AfD എന്ന് പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിസം ചത്തുപോയ സ്ഥലത്ത് നിന്നാണ് ഈ ഉയിർപ്പ്, അല്ലേ, ഒരു ഉദയം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും അയിത്തം കൽപ്പിച്ച പാർട്ടിയുടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലതുപക്ഷ തീവ്രവാദം എന്ന് പറയുന്ന പാർട്ടിയാണ്. ഇവർ പറയുന്ന നാസിസം, അതുമൊക്കെ ഒരു വലതുപക്ഷ തീവ്രവാദം തന്നെയാണല്ലോ. ഈ നാസിസം, ഫാഷിസം എന്നൊക്കെ ഈ പറയുന്ന സംഗതിയൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ഉയർന്നത്. ഇത് ഉദയം കൊള്ളുന്നത് 2013-ലാണ്. 2013 യൂറോപ്പിൽ വലിയ പ്രതിസന്ധി വന്നു. ഗ്രീസ് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സംഭവമൊക്കെ വന്നല്ലോ. അന്ന് 2013 4.7% വോട്ട് കിട്ടിയിരുന്നു. ആ ഗ്രീസിനെ ഒന്നും താങ്ങി നിർത്തേണ്ട ബാധ്യത യൂറോപ്പിനില്ല, ജർമ്മനിക്ക് തീരെ ഇല്ല എന്ന് വാദിച്ചിരുന്ന ഒരു പാർട്ടിയാണ് അന്ന്. ജർമ്മനിയുടെ കാര്യം നോക്കുക എന്നുള്ളത്, മറ്റവരൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. അപ്പോൾ അവർക്ക് അവരുടേതായ ജനങ്ങളെ പിടിക്കാനുള്ളൊരു പ്രത്യയശാസ്ത്രം എന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി കുടിയേറ്റ വിരുദ്ധതയാണ്. കാരണം ഏഞ്ചല മെർക്കലൊക്കെ നേരത്തെ ഏത് കുടിയേറ്റക്കാരെയും സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യമാണല്ലോ ഈ ജർമ്മനി. തുറന്നിട്ടിരുന്നു. അതിൽ നിന്ന് അവർ പാഠങ്ങൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റായിരുന്ന കിഴക്കൻ ജർമ്മനിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. കമ്മ്യൂണിസം തന്നെ ഒരു റിപ്രസീവ്, അല്ലേ, അടിച്ചമർത്തൽ പ്രത്യയശാസ്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിലാണ് ഏറ്റവും വലിയ നാടകൃത്തുക്കളിൽ ഒരാളായ ബെർത്തോൾട്ട് ബ്രെഖ്റ്റ് ഉണ്ടായിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഒരിക്കൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ പാർട്ടി പ്രമേയം പാസ്സാക്കി, ഈ ജനങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പ്രമേയം വന്നപ്പോൾ ബ്രെഖ്റ്റ് പാർട്ടി വിടുകയോ മറ്റോ ചെയ്തു. എന്നിട്ട് ബ്രെഖ്റ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളെ പിരിച്ചു വിടണം, അതാണ് ചെയ്യേണ്ടതല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ടായിരുന്നതാണ് കിഴക്കൻ ജർമ്മനി. അപ്പോൾ കിഴക്കൻ ജർമ്മനിയിലാണ് ഇതിന് വലിയ വേരോട്ടം സംഭവിച്ചിരിക്കുന്നത്. 30% മുകളിൽ പോയില്ലേ വോട്ട്, 36.2 വന്നില്ലേ. അത് മൊത്തത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അവർ ഭരിക്കുമായിരുന്നല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റവർക്ക് 28% കിട്ടിയിട്ടുള്ളൂ. മറ്റേ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ CDU, മെർസിൻ്റെ പാർട്ടിക്ക് അത്രയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ജർമ്മനിയുടെ കാര്യങ്ങൾക്ക് ഒരു ബദൽ പ്രത്യയശാസ്ത്രം ജർമ്മനിക്ക് വേണ്ടി രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അവരെ ഈ ധാരാളം ഈ ആക്രമണങ്ങൾ ഈ കുടിയേറ്റക്കാർ, മുസ്ലിം കുടിയേറ്റക്കാർ നടത്തിയപ്പോഴാണ് ഇവരുടെ വാദങ്ങൾ പിന്നെയും ശ്രദ്ധയിലേക്കൊക്കെ വന്നത്. അപ്പോൾ ഗ്രീസിനെയും മറ്റും നമ്മൾ ബെയിൽ ഔട്ട് ചെയ്യേണ്ടെന്നും പറഞ്ഞ് തുടങ്ങിയ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. 2ാം സ്ഥാനത്തെത്തിയ ആളുകൾക്ക് 1ാം സ്ഥാനത്തും വരാമല്ലോ, അല്ലെങ്കിൽ സഖ്യകക്ഷിയായിട്ട് എപ്പോഴെങ്കിലും ഭരണത്തിൽ ചേരാമല്ലോ. ഇവിടെ സ്വീകരിക്കില്ല. ഇവിടെ ഇപ്പോൾ പുറത്തു പോകുന്ന ഷോൾസിൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് സഖ്യകക്ഷിയായി സ്വീകരിച്ച് അവിടെ ഭരണം വരാൻ പോകുന്നത്. ഇവർ AfD ഭരണത്തിൽ വരാൻ പോകുന്നില്ല.
പക്ഷേ കഴിഞ്ഞ തവണ ഈ കുടിയേറ്റം സംബന്ധിച്ചൊരു ബില്ല് പാസ്സാക്കുമ്പോൾ AfDയുടെ സഹായം കിട്ടിയിരുന്നു ഷോൾസിന്. അപ്പോൾ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും CDയും CSUവും അവരൊന്നിച്ച് നിന്നാണ് മത്സരിച്ചിരുന്നത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പോൾ AfDക്ക് ഇപ്പോൾ അയിത്തം മാറിയിരിക്കുന്നു. അയിത്തമുള്ള പാർട്ടിക്ക് അയിത്തം മാറി 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10.4% വോട്ട് കിട്ടിയത് AfDക്ക്. ഇപ്പം ഇരട്ടിയായി. നേരെ ഇരട്ടിയായി. 10.4 ഇരട്ടിയാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാറ്റമാണല്ലോ. അതെ, വലിയ ഷിഫ്റ്റ് വന്നു. അപ്പോൾ കിഴക്കൻ ജർമ്മനിയിൽ 36.2% കിട്ടിയ AfDക്ക് പശ്ചിമ ജർമ്മനിയിൽ 18% കിട്ടിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ സാന്നിധ്യം അത് തെളിയിച്ചിട്ടുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ GDRലാണ് ഏറ്റവും കൂടുതൽ ശക്തി തെളിയിച്ചിരിക്കുന്നത്. അതായത് ഐക്യപ്പെടും മുമ്പത്തെ GDRൽ പടിഞ്ഞാറൻ ജർമ്മനിയിൽ. എന്തുകൊണ്ട്? അതായത് 2013 ഇങ്ങനെ തീവ്ര വലതുപക്ഷമായിട്ട് തുടങ്ങി കുടിയേറ്റക്കാർക്കെതിരെ എപ്പോഴും നിലകൊണ്ടു, മുസ്ലിങ്ങൾക്കെതിരെ എപ്പോഴും നിലകൊണ്ടു. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നടപടികളുണ്ടല്ലോ, കാലാവസ്ഥാ വ്യതിയാനം, അതിന് അനുകൂലിച്ചില്ല. അത്തരം അജണ്ടകളിലൊന്നും കഥയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ വ്യാജ അജണ്ടകളാണെന്നുള്ള നിലപാടെടുത്തു. അതുപോലെ ഈ നാസി കാലഘട്ടത്തിനെ സംബന്ധിച്ച്, ഹിറ്റ്ലറുടെ കാലഘട്ടത്തിനെ സംബന്ധിച്ച് ഒരുപാട് കുറ്റബോധമൊന്നും നമ്മൾ പേറി നടക്കേണ്ടതില്ല. എക്സസീവ് ഗിൽറ്റ് ഫീലിംഗ് വേണ്ട എന്നും ഇവർക്കൊരു നയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാസിയുടെ ഭൂതകാലമാണല്ലോ. അതെ, നാസിയുടെ ആദർശങ്ങളൊക്കെ അതുപോലെ പിന്തുടരുന്ന പാർട്ടി എന്നൊരു ആരോപണം ഇവർക്കെതിരെ ഉണ്ടായിരുന്നല്ലോ. അതെ, അവർ പറയുന്നത് അതൊരു കുറ്റമായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടതില്ല, അതൊരു ഭൂതകാലമാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതാലോചിച്ചിട്ട് എന്നാലും നമ്മൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കേണ്ടത് കൊണ്ടുവരപ്പെടേണ്ടതില്ല, നമുക്ക് അല്ലാതെ മുന്നേറാം എന്നാണ് അവർ പറയുന്നത്. ജർമ്മനി ഇന്ന് അതിൻ്റെ ഗ്രോത്ത് റേറ്റില്ലേ, വളർച്ചാ നിരക്ക്, ഇന്ത്യ 7% നിലനിർത്തുന്നുണ്ടല്ലോ ഗ്രോത്ത് റേറ്റ്. 0.03% വളർച്ചാ നിരക്ക് ജർമ്മനിയുടെ. വളർച്ചയില്ല, മുരടിച്ചിരിക്കുകയാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ്രംഗം. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് കുടിയേറ്റം. അതുപോലെ യൂറോ വേണ്ട, പിന്നെ നാറ്റോ വേണ്ട, അതാണ് അവരുടെ നയങ്ങൾ. ആണവോർജ്ജങ്ങളിലേക്ക് മടങ്ങുക, യുക്രൈന് കൂടുതലൊന്നും കൊടുക്കേണ്ടതില്ല എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ കിഴക്കൻ ജർമ്മനിയുടെ സമ്പദ്രംഗം വളരെ മോശമായിരുന്നു പടിഞ്ഞാറൻ ജർമ്മനിയെ അപേക്ഷിച്ചിട്ട്. ഈ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞപ്പോൾ കിഴക്കൻ ജർമ്മനിക്ക് കാര്യമായിട്ട്, കേരളത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ മലബാറിനെന്നും അവഗണന എന്ന് മുമ്പ് ശീർഷകങ്ങൾ വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ കിഴക്കൻ ജർമ്മനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് കിഴക്കൻ ജർമ്മനിയിലെ യുവാക്കൾ എപ്പോഴും ഈ പശ്ചിമ ജർമ്മനിയിലേക്ക് പലായനം ചെയ്യുന്നുണ്ടായിരുന്നു, ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ യുവാക്കൾക്കൊക്കെ നിരാശയുള്ളൊരു മേഖലയാണ് കിഴക്കൻ ജർമ്മനി. അവിടെയാണ് നന്നായി വേരോടിയിരിക്കുന്നത് AfD. 1990 കിഴക്കൻ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും ലയിച്ചത്. അങ്ങനെ ലയനത്തിന് ശേഷം ഈ ഏഞ്ചല മെർക്കൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിക്കാം, കിഴക്കൻ ജർമ്മനിയെ കാര്യമായിട്ട് അവർ പരിഗണിച്ചില്ല. മറ്റ് രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കുമ്പോൾ കിഴക്കൻ ജർമ്മനിയെ അവഗണിച്ചു. അതാണ് അവിടുത്തെ വികാരം. പൊതുവെ അവിടെ വൃദ്ധന്മാരുടെ സംഖ്യ കൂടുതലാണ്. പിന്നെ ശരിക്കും പക്ഷെ ജർമ്മനിയുടെ ഈ സാംസ്കാരിക ഹൃദയം കിടക്കുന്നത് കിഴക്കൻ ജർമ്മനിയിലാണെന്നാണ് AfD വാദിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ചിന്തയും കൂടി കൊണ്ടുവന്നുണ്ട്, ഒരു വികാരം, കിഴക്കൻ ജർമ്മനിയുടെ ഒരു വികാരം ഇതിനെ കൊണ്ടുവരാൻ പറ്റും, ഊതിപ്പെരിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി വേണമല്ലോ. അപ്പോൾ 2014 യൂറോപ്യൻ പാർലമെൻറ്റിൽ ഇതിന് 7 സീറ്റ് കിട്ടി, യൂറോപ്യൻ പാർലമെൻറ്റിൽ. അപ്പോൾ 2015 സെപ്റ്റംബറിൽ ബ്രാൻഡൻബർഗിൽ 12.2% വോട്ട് കിട്ടി, തുരിങ്കിയയിൽ 10.6% കിട്ടി, സാക്സണിയിൽ 9.7% കിട്ടി. ഇതൊക്കെ ഈ പ്രദേശങ്ങളൊക്കെ കിഴക്കൻ ജർമ്മനിയിൽ പെട്ടതാണ്. കഴിഞ്ഞ കൊല്ലം തുരിങ്കിയയിൽ 1/3 വോട്ട് കിട്ടി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം
ഒരു വലത് കക്ഷിക്ക് പാർലമെൻറ്റിൽ, യൂറോപ്യൻ പാർലമെൻറ്റിൽ കിട്ടുന്ന വലിയ വിജയമാണിത്. ആദ്യത്തെ വലിയ വിജയമാണ്. അപ്പോൾ കുടിയേറ്റക്കാർ ജോലി തേടി അവിടെ വരുന്നു, അവർ അവരുടേതായ സംസ്കാരം പ്രചരിപ്പിക്കുന്നു. ഇതിനെതിരെ തെരുവ് പ്രതിഷേധങ്ങൾ AFD നടത്തുമായിരുന്നു. മറ്റ് കക്ഷികളിൽ തെരുവ് സ്ട്രീറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇവർക്കതുണ്ടായിരുന്നു. ഈ സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടിക്ക് 9% വോട്ട് തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷോൾസിൻ്റെ പാർട്ടിക്ക് 9%. അതിൽ നിന്നൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്. പിന്നെ ഗ്രീൻസ് ഒരു കാലത്ത് ഗ്രീൻസ് ഭരണം പിടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ, അത് മൊത്തത്തിൽ കീഴ്പോട്ട് പോയി. CDU 30% എത്തിയതുമില്ല. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എത്തിയില്ല. മേഴ്സ് അവിടെ ഭരണം ഇനി ശരിയായിട്ട് വരാൻ ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കും. അങ്ങനെയാണ് ഈ സഖ്യകക്ഷികൾ കൂട്ടുകക്ഷി വരാനും ഒക്കെ അങ്ങനെ എടുക്കും. അപ്പോൾ ഗ്രോത്ത് റേറ്റ് 0.3% കിടക്കുന്നതുകൊണ്ട് വലിയ പ്രത്യയശാസ്ത്രം പറഞ്ഞാലും നടക്കണമെന്നുമില്ല. ഇപ്പോൾ അമേരിക്കക്കെതിരെ പറഞ്ഞാലും ഒക്കെ അങ്ങനെ നടക്കണമെന്നില്ല. പക്ഷേ നെതന്യാഹുവിന് അറസ്റ്റിനെ പേടിക്കാതെ ജർമ്മനിയിലേക്ക് വരാമെന്ന് ഇപ്പോൾ മേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോ ഇസ്രയേൽ നിലപാട് കാണിച്ചിട്ടുണ്ട് ജർമ്മനി, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധവുമാണല്ലോ ആ പ്രസ്താവന. അതിൻ്റെ ഗുണം എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ AFD നേതാവ് ആലീസ് വെയ്ഡൽ അവരും ഈ വിജയത്തിനെ പറ്റി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5% പോലും വോട്ട് കിട്ടിയില്ല. അപ്പോൾ കമ്മ്യൂണിസം ചത്തിരിക്കുകയാണ് അവിടെ. അപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ യുക്രൈന്, ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ഈ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. റഷ്യയുമായിട്ട് റിന്യൂഡ് എനർജി, പുനരുപയോഗപ്പെടുത്താൻ പറ്റുന്ന ഊർജം, അതിൽ കരാറുകൾ ഒപ്പിടാൻ പോകുന്നുണ്ട്. അപ്പോൾ റഷ്യയുമായിട്ട് യുക്രൈന് പിന്തുണ ഉണ്ടെങ്കിലും റഷ്യയും ഇനി ജർമ്മനി വെറുതെ വിടാൻ സാധ്യതയില്ല. ഒരു ഇക്വി ഡിസ്റ്റൻസിലൊക്കെ പോകുന്നുണ്ടാകുമായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ AFD എന്ന് പറയുന്നത് ജർമ്മനിയിൽ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കക്ഷിയായിട്ട് മാറി. അപ്പോൾ ഈ 2 ലോകമഹായുദ്ധ കാലം കൊണ്ടാണ് ഈ ജർമ്മനി തകർന്നു പോയത്. പക്ഷേ ജർമ്മനിക്ക് അന്ന് ഈ ടെക്നോളജിയിൽ വലിയ വളർച്ച ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ അറ്റോമിക് മേഖലയിലടക്കം. പക്ഷേ പിന്നീട് വന്ന രാജ്യങ്ങൾ അവരാണല്ലോ ശരിക്കും ആറ്റം ബോംബിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആണവ റിയാക്ടറുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനവുമായിട്ട് ഇനി ജർമ്മനി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ മറ്റു രാജ്യങ്ങൾ? മാത്രമല്ല UK-യും ഫ്രാൻസും ഒക്കെ ആണവ രാജ്യങ്ങൾ കൂടി ആയതുകൊണ്ട് അവരുടെ ഒരു പിന്തുണയും കിട്ടുമായിരിക്കും അല്ലേ? അതെ, ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അമേരിക്കയെ ആശ്രയിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നാണ് ബെർസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ AFDയുടെ വളർച്ച എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.